പൈതൃക സമ്മേളന വേദിയിലാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത ജമഅത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ കാസർഗോഡ് മഹാനായ പരക്കൽ മുല്ലക്കാറ്റിൻ്റെ മക്കളുടെ നാമധേയത്തിലുള്ള നഗരിയിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ആ മഹാസമ്മേളനത്തിൻ്റെ വിതരണ സമ്മേളനം ആയിക്കൊണ്ടാണ് ഇവിടെ പാലക്കാട് പൈതൃക സമ്മേളനത്തിൽ SVS സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ ചൈതന്യവും ഇസ്ലാമിക നവോത്ഥാനവും അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ സമുദായത്തെ അടിയുറപ്പിച്ച് സമസ്ത കേരള ജമഅത്തുൽ ഉലമ എന്ന മഹീതമായ പ്രസ്ഥാനത്തിന് കേരളത്തിലെ അത്യുന്നതരായ വഹബികളായ അലിമികൾ ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയ മഹത്തുക്കൾ പരക്കൽ മുല്ലക്കാറ്റങ്ങൾ അവരുടെ പ്രഥമ പ്രസിഡന്റായിക്കൊണ്ട് ഈ പ്രസ്ഥാനം രൂപം കൊടുക്കുകയും സാധാത്തുക്കളും ഉലമാക്കളുമായി ആ മഹനീയമായ പ്രസ്ഥാനത്തിൽ അണിനിരുന്നുകൊണ്ട് ഉംറ സമൂഹത്തെ ദീനി പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ സംഘാടകരാക്കിക്കൊണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോക മുസ്ലിംകൾ തല മാതൃക യോഗ്യമായ ദീനി ചൈതന്യം ഇവിടെ കേരളക്കരയിൽ വളർന്നു വരികയുണ്ടായി. ദർസുകൾ സ്ഥാപിച്ച് പണ്ഡിതന്മാരെ വളർത്തിക്കൊണ്ടുവരികയും പിന്നീട് മഹാനായ ഖൈറുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകി മദ്രസ പ്രസ്ഥാനത്തിനും ഇവിടെ തുടക്കം കുറിക്കുകയുണ്ടായി. അങ്ങനെ മസ്ജിദുകളും ദർസുകളും മദ്രസകളും ഉൾക്കൊള്ളുന്ന മഹല്ല് സംവിധാനം വളർന്നു വരികയും കേരളീയ മുസ്ലിം സമൂഹം സമസ്ത കേരള ജമഅത്തുൽ ഉലമയിൽ അടിയുറച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സജീവമാക്കി അങ്ങനെ സുന്നി യുവജന സംഘം രൂപം നൽകുകയും അങ്ങനെ എല്ലാവരെയും സംസ്ഥയോട് അണിനിരത്തിക്കൊണ്ട് സമസ്തയുടെ ഓരോ കർമ്മ പദ്ധതികളും താഴേക്കിടയിലേക്ക് എത്തിക്കുവാനും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ നമുക്ക് വഴി കാണിച്ചു. മഹാനായ എൻ്റെ പിതാവ് PMS അവர்களுം സമസ്തയുടെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് അതിൻ്റെ ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും മദ്രസകൾ ഓരോ മഹല്ലുകളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഒപ്പം ചേർന്ന് യാത്ര ചെയ്യുകയും അവിടെയൊക്കെ എല്ലാ അർത്ഥത്തിലും ആ ഉന്നതമായ മഹല്ല് സംവിധാനത്തിന് ശക്തി പകരുകയും ചെയ്തു. അങ്ങനെ ആ പൈതൃകം കൈവിടാതെ വരും തലമുറകളിലേക്കും പകർന്നു നൽകുക എന്ന ആ ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ 100ാം വാർഷിക മഹാസമ്മേളനം ഒന്നിച്ച് വിജയമാക്കിക്കൊണ്ട് സമസ്ത കേരള ജമഅത്തുൽ ഉലമയിൽ അടിയുറച്ചുകൊണ്ട് അങ്ങനെ നമുക്കറിയാം, സംസ്ഥയുടെ പോഷക സംഘടനകളായ ജമഅത്തുൽ മുഅല്ലിമീൻ, സുന്നി മഹൽ ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, SKS, അങ്ങനെ SBV, മറ്റു എല്ലാവിധത്തിലും അതൊക്കെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകളിലേക്കും ആ മുൻഗാമികൾ കാണിച്ചു തന്ന ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഉലമ ഉംറ ആ ഒരു ഏറ്റവും കെട്ടുറപ്പോടുകൂടി ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ഇവിടെ ഈ മഹാസമ്മേളനം അതുകൊണ്ട് തന്നെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളുമാണ് ഈ വേദിയിലും സദസ്സിലും ഒരുപോലെ എത്തിച്ചേർന്നിട്ടുള്ളത്.
അല്ലാഹു നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് സ്വാലിഹാമലായി സ്വീകരിക്കുമാകട്ടെ. ഇന്ന് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗം ഉണ്ടായ മാസത്തിൻ്റെ ഷഅബാൻ മാസത്തിലാണ് നാം ഉൾക്കൊള്ളുന്നത്. മഹാനവറുകൾക്കും അതുപോലെ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, സയ്യിദ് അമൽ ശിഹാബ് തങ്ങൾ തുടങ്ങി പാണക്കാട് സാദാത്തുകൾ, അതുപോലെ തന്നെ വാഫി തങ്ങൾ തുടങ്ങി ഒട്ടേറെ സാദാത്തുകൾ നമ്മോടൊപ്പമില്ല. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരുടെ ദറജ അല്ലാഹു മഹാരഥന്മാരായ സമസ്തയുടെ മുൻഗാമികളായ ഉലമാക്കൾ, ഉമറകൾ എല്ലാവരോടൊപ്പം നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ മിച്ചപ്പെട്ടുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. صدق الله مولانا العلي العظيم. സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഒത്തുകൂടിയത് നമ്മളെന്നും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പിന്നിൽ വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ സ്വീകരിക്കാനുള്ളത് കൊണ്ട് ഞാൻ വിഷയം നീട്ടി പറയുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് ശിഹാബ് തങ്ങൾ, ഈ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ സാദാത്യങ്ങളെ, പണ്ഡിതരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്നിവിടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ SYS കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ നടക്കുന്ന പൈതൃക സമ്മേളന വേദിയാണ് ഇവിടെ നടക്കുന്നത്. വളരെ അനുഗ്രഹീതമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കെട്ടിപ്പടുക്കുന്ന പങ്കാളിത്തം വെച്ചത് അതിൽ വളരെയധികം ത്യാഗവും കഷ്ടപ്പാടൊക്കെ ചെയ്ത എല്ലാ സംഘടനാ സംവിധാനത്തിലും സമസ്തയ്ക്ക് വേണ്ടി എപ്പോഴും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് കൊടപ്പനക്കിൽ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞത്. അവരതിനു വേണ്ടി എൻ്റെ പിതാവിൻ്റെ പിതാവായ പൂക്കോയത്തങ്ങളടക്കമുള്ള, അതിനുശേഷം എൻ്റെ പിതാവിൻ്റെ സഹോദരൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും, എൻ്റെ പിതാവ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും, അതേപോലെ തന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമസ്തയ്ക്ക് വേണ്ടി എല്ലാ രംഗത്തും പ്രവർത്തിക്കുകയും ഇതിനുശേഷം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് സുന്നി യുവജന സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പാരമ്പര്യം ഇക്കാലത്തും കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് വൈകിയവളെ പ്രാർത്ഥിച്ചുകൊണ്ട്, മരണപ്പെട്ട പോയിട്ട് ആളുകൾ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് ശിഹാബ് തങ്ങൾ, ആദരണീയനായ സയ്യിദ് അബ്ദുൽ നാസിർ ഹൈ ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര ഷംറൂർ കണ്ണൂരിയുടെ ആത്മീയ നേതൃത്വമായ സംസ്ഥ അഭിനന്ദനായ അവരുടെ ഇവിടെ പ്രമേയ പ്രഭാഷണം നിർവഹിക്കുന്ന സാഹിബ് വൺപള്ളി മുഹമ്മദ് ഫൈസി, നാസിർ ഫൈസി കൊണ്ടത്തായി, വേദിയിൽ ഉപേക്ഷായ സുന്നി യുവജന സംഘം ഈസ്റ്റ് ജില്ലാ സാരഥികളെ, ആദരണീയരായ സാദാത്തുക്കളെ, ഇഷ്ട വ്യക്തിത്വങ്ങളെ, ഒന്നിരായ ഓർമ്മറാക്കളെ,
സമസ്ത ജമീയത്തുലമയുടെ പോഷക സംഘടനകളുടെയും അഭിനന്ദരായ ഭാരവാഹികളെ, മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹമുള്ള നാട്ടുകാരെ, SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ സുന്നി സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ മറ്റു ഉസ്താദുമാർ, ഇവിടെ സന്നിഹിതരായ സംസ്ഥാന പ്രസിഡന്റും കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നായകനുമായ സയ്യിദുൽ ഉമ്മ സയ്യിദ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവர்களാണ് തങ്ങളവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമായുടെ സഹകാര്യദർശിയും ജമിയത്തുൽ ജില്ലാ പ്രസിഡന്റും കൂടിയായ ഉസ്താദ് ഷെയ്ഖുന MT അബ്ദുൽ മുസീദ് അവர்களാണ്. ഉസ്താദ് അവരുടെ വേദിയിലേക്ക് ആളുകൾ സ്വാഗതം ചെയ്യുകയാണ്. സുന്നി വനിതാ സംഘത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ്, ഓണമ്പള്ളി മുഹമ്മദ് ഫൈലി, നാസർ ഫൈസ് കൂടത്തായി മൂവരെയും വേദിയിലേക്ക് ആദരവ് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതരായ റഹ്മാൻ ഫൈലി, KSP തങ്ങൾ, മലയം അബൂക്കർ ഫൈലി, അതുപോലെ തന്നെ സയ്യിദ് റാജ് അലി ശിഹാബ് തങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിവന്ദനായ ജബ്ബാർ ഹാജി, അതുപോലെ സയ്യിദ് മുത്തബ തങ്ങൾ, കുട്ടി ഹസൻ ദാരിമി, സയ്യിദ് BSK തങ്ങൾ, അഭിവന്ദന ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, ശിഹാബ് ഫൈലി കൂമണ്ണ, ഷാഹുൽ അമീദ് മാസ്റ്റർ മേൽമുറി, അഭിവന്ദന ഹംസ ഹൈതമി, പ്രിയപ്പെട്ട സയ്യിദ് തൊയ്യബ് ഫൈലി, ഉസ്താദ് ലിയാഉദ്ദീൻ ഫൈലി, ഖാദർ ഫൈസി കുന്നുമുറം, മൂസ ഹാജി, ഉസ്താദ് അസ്ദഖ് പൂക്കോട്ടൂർ, അഭിവന്ദന ഉമർ ഹാജി, KT കുഞ്ഞാൻ സാഹിബ്, OT മുസ്തഫ ഫൈലി, അതുപോലെ തന്നെ ആനമങ്ങാട് മുഹമ്മദ് ഫൈലി തുടങ്ങിയ പ്രിയപ്പെട്ട ആനമങ്ങാട് അബു മാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മറ്റു ഉസ്താദുമാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് കൊണ്ടിരിക്കുന്ന ഈ സാധാർത്ഥ്യങ്ങളൊപ്പം നിന്നുകൊണ്ട് അവിടേക്ക് മുൻപിൽ നിന്നുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് കേരളീയ മുസ്ലിം ഉമ്മത്ത് അനുവദിക്കുകയുള്ളൂ എന്ന് വിളിച്ചോതുന്ന ഒരു മഹാസമ്മേളനമാണ് ഈ പാണക്കാട് നടക്കുന്നത്. അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇവിടെ അഭിവന്ദന സയ്യിദ് ഹൈദർ ശിഹാബ് പ്രത്യേകമായ ദുആ നടത്തിക്കൊണ്ട് നമുക്ക് പിരിയണം. ഇവിടെ അഭിവന്ദന ഉസ്താദുമാരൊക്കെ നേതാക്കളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ പരിപാടി കൃത്യം ഒരു 9:30 മണിയാകുമ്പോൾ അവസാനിപ്പിക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട മഹൽ നിവാസികൾ, ഉമറാക്കൾ, ഉലമാക്കൾ, SYSന്റെ പ്രവർത്തകർ എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൈകിട്ട് 4 മണിക്ക് നമ്മുടെ മക്ബറ സിയാറത്തിന് നേതൃത്വം കൊടുത്തത് അഭിവന്ദനായ പാണക്കാട് സയ്യിദ് നാസർ ഹൈ തങ്ങളവர்களാണ്. തങ്ങളവர்கள் സമയത്ത് എത്തിച്ചേരുകയും ആ നേതൃത്വം തങ്ങളവരുടെ വേദിയിലേക്ക് ആദരവ് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ നഗരിയിൽ പതാക ഉയർത്തിയത് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമായുടെ അഭിവന്ദന ഉപാധ്യക്ഷൻ ഉസ്താദ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവர்களാണ്. ഉസ്താദ് അവர்களെയും അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ മൗലിദ് പാരായണം നടന്നു. അഭിവന്ദന ഉസ്താദുമാർ അതിന് നേതൃത്വം കൊടുത്തു. പ്രിയപ്പെട്ട സയ്യിദ് BSK തങ്ങൾ, സയ്യിദ് KSP തങ്ങൾ, അബ്ദുറഹ്മാൻ ഫൈലി, പാത്രമണ്ണ അസ്ദഖാഫി, ആനമങ്ങാട് തുടങ്ങിയ ഉസ്താദുമാർ അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ ജില്ലയിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് സുന്നി മഹൽ കേന്ദ്രമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അഭിവന്ദന പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവர்களാണ്.